അങ്ങനെ തിരുവോണ ദിവസമായിട്ട് ഇന്ന് രാവിലെ എനിക്ക് മൊയിലമ്മ കൊണ്ടുവന്ന് ചൂട് പാലാണ് കേട്ടോ. അത് കണ്ടപ്പോൾ ഞാൻ കൊതിമുത്ത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് ചാടി ഓടി നടന്നു. ഇവിടെ പിന്നെ കുറച്ച് ദിവസം കൊണ്ട് തണുപ്പും മഴയൊക്കെ ആയതുകൊണ്ട് നല്ല ചൂട് പാല് കിട്ടിയപ്പോൾ തന്നെ കുടിക്കാൻ എനിക്കാണെങ്കിൽ വെപ്പറാളെ. ഞാൻ പറയാം മൊയിലമ്മ അങ്ങോട്ട് പെട്ടെന്ന് അവര് എനിക്കാണെങ്കിൽ കുടിക്കാനാണെങ്കിൽ അന്ന് കോയിമുഖത്ത് നിൽക്കുന്നു. ഞാൻ പിന്നെ ആ ചൂട് പാല് പയ്യെ മണപ്പിച്ച് വെച്ചിട്ട് പയ്യെ പയ്യെ കുടിക്കട്ടോ. ഇനി നാക്ക വെള്ളമല്ലല്ലോ, നാക്ക വെള്ളം കഴിഞ്ഞാൽ പിന്നെ സദ്യയുടെ ടേസ്റ്റാ ഒന്നും അറിയാൻ പറ്റൂ. കൊള്ളാം, നല്ല സൂപ്പർ പാല്. പക്ഷെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് മൊയിലമ്മ. വേറെ ഒന്നുമല്ല, ഒരു അലക്സാ പൂച്ചാക്കെല്ലാം ഇടായിരുന്നു. അല്ലെങ്കിൽ അതൊന്നും വേണ്ട, ഈ ചൂട് പാല് തന്നെ കുടിക്കാൻ നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. എന്തായാലും തിരുവോണ ദിവസം രാവിലെ നിങ്ങളെന്തോന്ന് കഴിച്ച്? ഞാൻ ഇവിടെ പാല് കേട്ടാ കുടിക്കണത്. അങ്ങനെ തകർച്ചയായിട്ട് പാലൊക്കെ കുടിച്ചതിന് ശേഷം ഞാൻ പോയി കുളിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് മൊയിലും എനിക്ക് ഓണക്കോടിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ. സർപ്രൈസ് ആയിട്ടാണ് മൊയില് കാണിച്ചത്. എന്തായാലും അവരൊക്കെ ഓണക്കോടി ഇടുന്നതിന് മുന്നേ എന്നെ തന്നെ ആദ്യം കുളിപ്പിച്ച് എനിക്ക് തന്നെ ഓണക്കോടി ഇട്ട് തന്നു കേട്ടാ. കൊള്ളാം, ഞാൻ മണപ്പിച്ചൊക്കെ നല്ല മണമൊക്കെ ഉണ്ട് ഉടുപ്പിൽ. ഇങ്ങനെ പിന്നെ അടുത്ത ചടങ്ങിലോട്ട് പോകണം. മുണ്ടെടുക്കണം, ഷർട്ട് ഇടണം. അതിൻ്റെ ഇടയ്ക്ക് മൊയിലും വരാനായിട്ട് എന്നെ ചെറിയ ഡാൻസ് ഒക്കെ കളിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇതിനിടയിൽ മൊയിലും എനിക്ക് ഉടുപ്പ് കാണിച്ച് തന്നിട്ട് ചോദിച്ചു എങ്ങനെയുണ്ട്, കൊള്ളാമോ, ഇഷ്ടപ്പെട്ടാ? ഞാൻ പറഞ്ഞോ കൊള്ളാം, നല്ല രസമുണ്ട്. ആദ്യം ഉടുപ്പിടാത്തിന് ഞാൻ മടി കാണിച്ചെങ്കിലും മൊയിലും അമ്മയുടെ അനിയത്തെയും കൂടെ എന്നെ ഉടുപ്പൊക്കെ ഇട്ട് തന്ന കേട്ടാ. ഇതിനിടയിൽ പുതിയ ഉടുപ്പ് കണ്ട സന്തോഷത്തിൽ ഞാൻ പിന്നെ അവരുടെ കയ്യിലൊക്കെ നക്കി എന്റെ സ്നേഹം കാണിച്ചു കേട്ടാ. എനിക്ക് പിന്നെ പറയാൻ അറിഞ്ഞൂടെങ്കിലും മൊയിലും എനിക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ട്, നിങ്ങളതെല്ലാം അറിയണുണ്ട്. ഞാൻ പറയും മൊയിലും നല്ല അടിപൊളി ഉടുപ്പ് കേട്ടാ, മണമൊക്കെ ഉണ്ട്. കൊള്ളാം. എന്തായാലും ഇവരുടെ ഇടയിൽ വന്നാലും ഞാൻ ഭാഗ്യം ചെയ്തവൻ തന്നെ. കാര്യം ഈ ആഘോഷങ്ങളും യാത്രകളും ഒക്കെ എനിക്ക് ആസ്വദിക്കാനും ആഘോഷിക്കാനും ഒക്കെ പറ്റുന്നില്ലേ. കൊള്ളാമോ എൻ്റെ ഉടുപ്പ്, കൊള്ളാമോ? ഞാൻ പിന്നെ എല്ലായിടത്തും കേട്ട് ഉടുപ്പൊക്കെ കൊള്ളാമോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാ? ഞാൻ അവിടെ എന്നോട്ട് മൊയിലിച്ചേട്ടനെ വിളിച്ചു. അപ്പം മൊയിലിച്ചേട്ടൻ വന്നപ്പോൾ ഞാൻ മൊയിലിച്ചേട്ട എങ്ങനെയുണ്ട് എൻ്റെ ഉടുപ്പ്, കൊള്ളാമോ, സൂപ്പർ അല്ലേ? ഞാൻ അപ്പോൾ മൊയിലിച്ചേട്ടൻ പറഞ്ഞു കൊള്ളാം, നീ തകർക്കന്നെ. ഇതിനിടയിൽ മൊയിലും അമ്മയുടെ മാമ ആ ഗേറ്റിന്റെ അവിടെ വന്നതുകൊണ്ട് എന്നെ നോയിക്കൊണ്ടിരിക്കുന്നു കേട്ടാ. കൊള്ളാമോ എന്നൊക്കെ ചോദിച്ചെൻ്റെ അടുത്ത്. ഞാൻ പറയും മാമ അടിപൊളി സൂപ്പർ ഉടുപ്പ്. ഞാൻ പിന്നെ മാമന്റെ അടുത്ത് കേട്ടു, മാമ എവിടെ പോണു, പോയിട്ട് വരും ഇപ്പം, നമുക്ക് ഓണമൊക്കെ അടിച്ച് പൊളിക്കണമെന്ന് പറഞ്ഞു. മൊയിലും അമ്മ അനിയൻ കടയിൽ പോയിട്ട് വന്നപ്പോ സുന്ദരനായല്ല. ഞാൻ പറഞ്ഞു എങ്ങനെ ഉണ്ട്, കൊള്ളാമോ, ഓണം ഞാൻ അടിച്ച് പൊളിക്കുന്നു. ഉടുപ്പിട്ടതിന് ശേഷം പിന്നെ മൊയിലും എനിക്ക് മുണ്ടുടുത്ത് തന്നാട്ടാ. മുണ്ടുടുത്തോണ്ട് ഇന്ന നേരത്തിനാണ് മാമൻ വന്നത്. മാമൻ കടയിലൊക്കെ പോയിട്ട് വന്നപ്പോ ഞാൻ ചോദിച്ചു മാമ എങ്ങനെയുണ്ട്, കൊള്ളാമോ എന്റെ ഓണക്കോടി? മാമൻ പറഞ്ഞു ഈ ഓണം നീ എന്നെ കൊണ്ടുപോയല്ലേടാ കള്ള ചെറുക്കാന്ന്. ഇവരെ സ്നേഹവും കരുതലൊക്കെ കണ്ടിട്ട് ഞാൻ ആകെ ത്രില്ലടിച്ചാണ് നിന്നത്. കാര്യം എന്റെ ജീവിതത്തിൽ ആദ്യത്തെ ഓണമല്ലേ. ഓണത്തിന്റെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഞാൻ പിന്നെ മൊയിലുമാർ അനിയത്തിന്റെ മടിയിൽ കയറി അങ്ങനെയായിരുന്നു. ഞാൻ അത് ചോദിച്ചു എല്ലാവരും എടുത്തു, കൊള്ളാമോ, സൂപ്പർ തന്നെ. ഇപ്പൊ എല്ലാവരും ഭയങ്കര സന്തോഷം. നീ എന്നതാ ഓണം കൊണ്ടുപോയതെന്ന് പറഞ്ഞാൽ എല്ലാവരും ഭയങ്കര സ്നേഹമായിരുന്നു. അങ്ങനെ പിന്നെ മാമൻ ടാറ്റയും പറഞ്ഞിട്ട് നേരെ വീട്ടിലോട്ട് പോയി. അങ്ങനെ മാമന് മാത്രം ഓണാശംസകൾ പറഞ്ഞാൽ പറ്റൂലല്ലോ. അപ്പൊ എല്ലാവർക്കും എന്റെ ഓണാശംസകൾ കേട്ടാ. വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം ഞാൻ പിന്നെ കൊടുത്തിരുന്ന മുണ്ടിനെ അഴിച്ച് കളഞ്ഞും കൊണ്ട് മൊഴിച്ചാനെ മടിച്ചെന്ന് അങ്ങനെ ഇരുന്നു. മൊഴിച്ചാട്ടൻ പിന്നെ എന്നെ കെട്ടിപ്പിടിച്ച് അങ്ങനെ കുറച്ചേരിയിരുന്നു. മൊഴിച്ചാനെ കടിക്കുമെങ്കിലും മൊഴിച്ചാനെ എനിക്ക് ഭയങ്കര സ്നേഹമാണ് കേട്ടോ. കാര്യം എന്നോട് ഏറ്റവും കൂടുതൽ കളിക്കുന്ന മൊഴിച്ചാനാണ്. അങ്ങനെ കുറച്ചേരം മൊഴിച്ചേട്ടനെ കെട്ടിപ്പിടിച്ചോണ്ട് അവിടെ അങ്ങനെ ഇരുന്നു. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ, ഇവിടെ നല്ല പായസത്തിന്റെ മണോടിയുന്നുണ്ട് കേട്ടോ. ഞാൻ ഇതെല്ലാം മണം പിടിക്കുമുണ്ടോ അതവിടെ കിടക്കുകയാണ്. അങ്ങനെ മണമൊക്കെ വലിച്ച് കയറ്റി കൊതിയും വിട്ട് ഞാൻ അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഓണസദ്യ കഴിക്കാനുള്ള സമയമായി. ഓണസദ്യ കൊണ്ടുവന്നപ്പോൾ എനിക്ക് ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടാകുന്ന കാര്യം ഞാൻ ഇതിൽ മുളപ്പിച്ച് നോക്കിയപ്പോഴത്തേക്കും ചിക്കനൊന്നും ഇല്ല. ഞാൻ ചുമയില്ലമ്മ ചിക്കനും മൈനൊന്നും ഇല്ലേ. ഞാൻ ഇതങ്ങനെ സൈഡിലൊരു മുട്ട കാട്ടിക്കുട്ടിയതെങ്കിലും വെക്കായിരുന്നു മൊയിലമ്മ. വല്ലാത്ത ചതിയായിപ്പോയി. ഇത് മാത്രമേ ഉള്ള ചിക്കനൊന്നും ഇല്ലേ, വല്ല കൊണ്ടുപോകാൻ മൊയിലമ്മ. ഇതൊന്നും ഇല്ലെങ്കിൽ എനിക്ക് സത്യം വേണ്ട, ഞാൻ അയച്ചു പോകണം. കൊടുത്തിരുന്ന മുണ്ടിനെയും കൂടെ കളഞ്ഞുകൊണ്ട് ഞാൻ പോയപ്പോഴത്തേക്കും മൊയിലമ്മ പിന്നെ എനിക്ക് ചിക്കൻ ഫ്രൈയാ കൊണ്ടുവന്ന കേട്ടാ. അത് കൊണ്ടുവന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ പറഞ്ഞു ചിക്കൻ ഫ്രൈയാ, കൊള്ളാം കൊള്ളാം. അപ്പൊ എന്റെ അടുത്ത് സ്നേഹമൊക്കെ ഉണ്ട്. ഞാൻ പിന്നെ ആദ്യം തന്നെ ആ ചിക്കൻ ഫ്രൈയൊക്കെ എടുത്ത് തിന്നു. ഞാൻ മൊയിലമ്മ എടുത്ത് പറഞ്ഞു ഇത് നേരെ ഇതൊന്നിരുന്ന ഞാൻ ഇങ്ങനെ പടങ്ങൾ വരുന്ന ഞാൻ നല്ല ഹാപ്പിയായിട്ട് തിന്നൂലിരുന്ന. എന്തായാലും എനിക്ക് സസ്പെൻസ് ആയിട്ട് തന്നെ എനിക്ക് തന്നു കേട്ടാ. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ സദ്യ കഴിക്കുന്നത്. അപ്പം പിന്നെ എനിക്ക് കുറച്ച് കറികളെ വെച്ചുള്ളൂ. ഞാൻ പറഞ്ഞ മൊയിലമ്മ എനിക്ക് കുറച്ച് കറി മതിയുള്ള എല്ലാ കറികളും വെച്ച് ഞാൻ ഇതൊന്നും തിന്നാനില്ല. ഇതെന്തോന്ന് സൈഡിട്ടിരിക്കുന്നത്. എന്തായാലും കൊള്ളാം, എല്ലാ കറികളും നല്ല മണമൊക്കെ ഉണ്ട്. ഞാൻ ചോദിച്ചു മൊയിലമ്മ കറികളൊക്കെ ആരുണ്ടാക്കിയത്? അടിപൊളി സദ്യ കേട്ടോ. അപ്പം മൊയിലമ്മ പറഞ്ഞു മൊയിലമ്മയുടെ അമ്മയാണ് ഉണ്ടാക്കിയത്. ഞാൻ അതാണ് നല്ല ടേസ്റ്റ്. നിങ്ങളെല്ലാവരും ഇങ്ങനെ ചിക്കൻ ഫ്രൈയും മീനൊക്കെ വെച്ച് തന്നെ കഴിച്ചത്. ഞാൻ ചിക്കൻ ഫ്രൈയും മീനും വെച്ച് ഞാൻ കഴിക്കുള്ളൂ കേട്ടോ. എനിക്ക് അല്ലാതെ ചോറൊന്നും എനിക്ക് പറ്റൂല. ഇതിനിടയിൽ മുഴുവന്മാർ അനിയത്തി പറഞ്ഞ് പപ്പടമൊക്കെ പൊടിച്ച് അങ്ങോട്ട് തിന്നടാ, നല്ല രുചിയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ പപ്പടമൊക്കെ തിന്നാൻ എനിക്കറിഞ്ഞൂടാ, ഞാൻ ഇതൊക്കെ ആദ്യമായിട്ടല്ലേ തിന്നത്. അങ്ങനെ അതിൻ്റെ ഇടയിൽ 150 വരെ കൈ വന്ന് ചിപ്സ് വന്ന് പപ്പടം വന്ന് ബാക്കി ഇനി ചോറ് വാരി തരണോ ചിക്കൻ വാരി തരണോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും നിന്ന്. ഞാൻ പറഞ്ഞ് നിങ്ങൾ ആരും വാരി തരണം, ഞാൻ കഴിച്ചോളാം, സദ്യ ഞാൻ കഴിച്ചോളാം, നിങ്ങൾ ആരും കൂടെ സഹായിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അതിനകത്ത് നിന്ന് ചിക്കൻ തന്നെ കേട്ടാ ഞാൻ മൊത്തം കഴിച്ചത്. എന്നിട്ട് അതിനുശേഷം ചിക്കൻ മാത്രമായിട്ട് കഴിച്ചില്ല, ബാക്കി പിന്നെ കറികളെല്ലാം കൂടെ ഞാൻ കഴിച്ച് ചിക്കൻ തരുന്നപ്പോൾ ഞാൻ ചോദിച്ചു മൊഴിയമ്മ അതിന് വേറെ ചിക്കനൊന്നും ഇല്ലേ. മൊഴിയമ്മ പറഞ്ഞാൽ ആ ഉള്ള ചിക്കനേ ഉള്ളൂ, നീ അത് കഴിയും, ബാക്കിയെല്ലാം ചോറ് വേസ്റ്റാക്കിയ നിന്റെ അടുത്ത് ഇനി മിണ്ടൂലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ ഇരുന്നെല്ലാം കഴിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാം നെയ്യ് പോയിരിക്കാൻ വേണ്ടി ഞാൻ പിന്നെ അതിൻ്റെ പുറത്ത് കയ്യും വെച്ച് അങ്ങനെ കഴിച്ചു കേട്ടാ.
അവിടെ നക്കി നക്കി അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും ഇതെല്ലാം കൂടെ നീങ്ങി അങ്ങോട്ട് പോകണം. എന്തായാലും കൊള്ളാം, ചോളം കറികളൊന്നും ഒരു രക്ഷയില്ല, സൂപ്പർ ടേസ്റ്റ്. അങ്ങനെ ആ ഓണസദ്യ മൊത്തം ഞാൻ ആസ്വദിച്ച് ഒന്നില്ലാതെ തിന്ന കേട്ടാ. എല്ലാം കൊള്ളാം, സൂപ്പർ കറികൾ. അങ്ങനെ കഴിച്ചൊന്ന് പൈസ കാര്യം കഴിയില്ല. എന്തൊരു കട്ട് ചെയ്ത് കടിച്ചാലും കിട്ടില്ല ഇത്. എന്തോ സാധനം എന്തോ ഇവരെ കൊണ്ട് വെച്ച് കേട്ടാ. ഞാനിട്ട് കടിച്ച് നോക്കിയിട്ട് കടിയൊന്നും ഇയാക്കില്ല. വല്ലാത്ത കഷ്ടം തന്നെ. ബാക്കിയെല്ലാം നല്ല അടിപൊളിയായിട്ട് തിന്നപ്പോഴത്തെ ഇതും മാത്രം കടിക്കല്ലോ ആണ് കയറ്റിയത്. ഞാൻ പിന്നെ കടിച്ചു പൊട്ടിച്ച് രണ്ടാക്കിയൊക്കെ തിന്നു. ഇത് അറിഞ്ഞിരുന്നെങ്കിൽ പാറപ്പണിക്കോന്ന് അറിയുന്നെങ്കിൽ ഒരു ചിറ്റോലെങ്കിലും മാറ്റി കയ്യിൽ വെച്ചിരിക്കുകയായിരുന്നു. അത് അമ്മ ചിറ്റോലിന് അടിച്ചു പൊട്ടിച്ചിട്ട് ഓരോ നടങ്ങായിട്ട് തിന്നായിരുന്നല്ല. ഇല്ലെങ്കിൽ ഒരു മിക്സിയിലെങ്കിലും എടുത്തിട്ട് അരച്ചോണ്ട് വരാനുള്ളായിരുന്നു. അങ്ങനെ ഒരുവിധം കഷ്ടപ്പെട്ട് ഞാൻ അത് തിന്നു കേട്ടാ. എന്റെ കഷ്ടപ്പാട് നിങ്ങൾ കാണില്ലേ, കടിച്ചു പൊട്ടിച്ച് കടിയാക്കണുണ്ടായത് അങ്ങോട്ട്. എന്നാലും മൊയ്ലമ്മ അവരെന്തെങ്കിലും അടിച്ചു പൊട്ടിച്ചെങ്കിലും ഇത് കൊണ്ടുവരാനുള്ളത്. കടിച്ചിട്ട് കടിയാക്കണം. ഇതെന്തൊന്നും കാര്യമല്ല. ഇനിയിപ്പോ ഇത് ദഹിക്കാൻ വേണ്ടി തന്നാണെന്തോ കല്ല്. ഇതിപ്പം പണ്ടാരാണ്ട് പറഞ്ഞ ഒട്ടക പക്ഷികൾ ദഹിക്കാൻ വേണ്ടി കല്ല് ഒഴുങ്ങും പോലെയാണ് ഇപ്പൊ ഞാൻ ഇത് കടിച്ചു പൊട്ടിച്ചിരിക്കണത്. കടിച്ചിട്ട് കടിയാക്കണോണ്ടോ എന്റെ പല്ലിന്റെ മൂർച്ചയാത്രയും പോകുമെന്തോ. അവസാനം മണിക്കൂറുകളിൽ നിന്ന് എന്റെ പരിശ്രമത്തിനൊടുവിൽ ഞാൻ അതിനെ കടിച്ചു പൊട്ടിച്ച് തിന്നു കേട്ടാവൂ. അങ്ങനെ ഒരു ഇത് അതിനെ കടിച്ചു പൊട്ടിച്ച് തിന്നിട്ട് ഞാൻ പിന്നെ നോക്കിയവിടെ എന്ത് വേറെ എന്തെങ്കിലും ഉണ്ടെന്ന് മുളപ്പിച്ച് വയ്ക്കപ്പോഴത്തേക്കും ചോറൊക്കെ ഇരിക്കുന്നു. ചോറ് തിന്നിട്ട് ഇനി നോക്കിയപ്പോഴത്തേക്കും ഇതെനിക്ക് ഇഷ്ടമുള്ള സാധനമാണോ, മൊയില് വാങ്ങിട്ട് വന്നതാണ്. അങ്ങനെ ഞാൻ പിന്നെ അതിനെ കടുപിടി അത് പിന്നെ കുഴപ്പമില്ല കേട്ടോ, വലിയ പാടൊന്നുമില്ല, എളുപ്പത്തിന് കടിച്ചു കൂട്ടിച്ച് ഞാൻ തിന്നു. ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ മൊയിലമ്മ എഴുതട്ടോ. മൊയിലമ്മ എല്ലാം കഴിച്ചു തീർന്നു. ഇനി പായസമൊന്നും ഇല്ലേ, പായസം കൊണ്ടേ കൊണ്ടുപോയി. എനിക്കെന്നെ കൊതി വരണം. അങ്ങനെ പറഞ്ഞു തീർന്നതിന് മുമ്പ് പായസം ഒടിച്ചു തന്നിട്ട് ഞാൻ കഴിച്ചു നോക്കി. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അടിപൊളി പായസം. മൊയിലോമാരുടെ അമ്മയ്ക്ക് നല്ല കൈപ്പുണ്യമാണ് കേട്ടോ. അതുകൊണ്ട് നല്ല രുചിയോടുകൂടിയത് തിന്നാൻ പറ്റി. എന്തായാലും ഈ ഓണം ഞാൻ സദ്യ കഴിച്ചത് അടിപൊളി തന്നെ കേട്ടോ. നിങ്ങൾ ഈ ഓണത്തിന് എന്തൊക്കെ പായസം കുടിച്ചെന്നുള്ളത് പറയണം കേട്ടോ. ഞാൻ ഇന്ന് അടയാണ് കഴിച്ചത്. ഇനിയിപ്പോൾ നാളെ വേറെ എന്തൊക്കെ പായസം ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ ഓണം ഞാൻ ഇങ്ങനെ എടുക്കുവാണ് കേട്ടോ. അങ്ങനെ ആ സദ്യയുടെ ഞാൻ മൊത്തം കഴിച്ചു കേട്ടോ. കൊള്ളാം, നല്ല രുചിയുണ്ട്, എല്ലാ കറികളും സെറ്റ് ടേസ്റ്റ്. സദ്യ കഴിച്ചിട്ടാണെന്ന് അറിയണ്ടോ വല്ലാത്ത ക്ഷീണം. പായസമാണെങ്കിൽ മറ്റു കുടിപ്പിക്കണം. ഞാൻ 2 തവണ പായസം മാറ്റി കുടിച്ചേട്ടാ. മൊയിലമ്മ എനിക്ക് 2 തവണ പായസം തന്നു. അങ്ങനെ മനസ്സും വയറും നിറയെ ആ സദ്യ കഴിച്ചിട്ട്. അതാണ് ഞാൻ ഇങ്ങനെ നക്കി ഇരിക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും സദ്യ കഴിച്ചിന്റെ വല്ലാത്ത ക്ഷീണം. അങ്ങനെ ഞാൻ ഇവിടെ കിടന്നപ്പോഴത്തേക്കും മൊയിലി ചേട്ടാ ആ മൂടി തരുന്ന അമ്മൂടെ അടുത്ത് എനിക്ക് മൂടി തന്നേട്ടാ. ഞാൻ പിന്നെ അതൊക്കെ മൂടിക്കൊണ്ട് അങ്ങനെ കിടന്നു. ഇതിന്റെ ഇടയിൽ ഇവർ ഭയങ്കര സംസാരം. ഞാൻ പറഞ്ഞ ഒന്നും ഉണ്ടായിരിക്കോ, എനിക്ക് ഇത്തിരി കിടന്നുറങ്ങണം, സദ്യ കഴിച്ചതിന്റെ ക്ഷീണമൊക്കെ ഉണ്ട്, നിങ്ങൾ ഇത്തിരി ഉണ്ടായിരി ഏതിട്ടോടെ കിടന്നുറങ്ങട്ടെ. അപ്പോൾ പിന്നെ എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം കേട്ടാ. ഞാനും പിന്നെ ഇത്തിരി കിടന്നൊന്ന് മയങ്ങട്ടെ. വൈകുന്നേരം ഇനിയിപ്പോൾ ലൈവ് ഉണ്ടെന്ന് മൊയില് പറഞ്ഞു. ഇനിയിപ്പോൾ അതിനെ എണീക്കാം. അപ്പോൾ പിന്നെ എല്ലാവർക്കും എൻ്റെ അടിപൊളി ഒരു ഓണാശംസയുണ്ട്. നമുക്കിനി പുതിയ വിശേഷങ്ങളുമായിട്ട് ഇനിയും കാണാം. എല്ലാവരും ബൈ. ഓക്കെ, ടാറ്റാ.